ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഹല്യ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ RBIയുടെ റോൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്, തുടർന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വിധത്തിലുള്ള പണമിടപാടുകളും അതുപോലെ തന്നെ ബാങ്കിങ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും RBI തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് റോൾസ് എന്തൊക്കെയാണ് എന്ന് പറയാം. അതായത് RBI ചെയ്യുന്ന മേജർ റോൾസ് എന്തൊക്കെയാണ്, RBI ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റോൾസുകളാണ്. RBIയുടെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്ന. നമ്മുടെ എക്കോണമിയിൽ തന്നെ പണമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അതിന് കുറച്ച് ടൂൾസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതേപോലെ SLR, അങ്ങനെയുള്ള കുറച്ച് ടൂൾസുകളാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബാങ്കർ ടു ദ ഗവൺമെന്റ് എന്നാണ്. ഈ പോയിന്റിൽ പറയുന്നത് RBI എന്തൊക്കെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പബ്ലിക് ഡെപ്റ്റുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് അക്കൗണ്ടുകൾ, പിന്നെ പേയ്മെന്റ് അക്കൗണ്ടുകൾ, ഗവൺമെന്റിന്റെ പേയ്മെന്റ് അക്കൗണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും RBI കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിനേക്കാൾ ഉപരി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള നിലയ്ക്കും ഇത് മേജർ റോള് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പം ഫസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക്. ഈ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അതായത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകാരും അവരുടെ ചെറിയൊരു പാർട്ട് റിസർവ്സ് RBIയിലേക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോ പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നീട് എപ്പോഴെങ്കിലും ബാങ്കേഴ്സിന് വല്ല ഡെപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസക്ക് ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും RBI ആണ് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും സൊല്യൂഷൻ ആക്കി കൊടുക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബാങ്കില് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ RBI അവർക്ക് ലോൺ ആയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ടും ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അത് നല്ലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കൺട്രോളർ ഓഫ് ബാങ്ക്സ്. കൺട്രോളർ ഓഫ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ബാങ്കിങ് ലൈസൻസുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ ഈ ഇൻസ്പെക്ഷൻസ് അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് RBI ആണ്. പിന്നെ അതുപോലെ തന്നെയുള്ള വേറൊരു പോയിന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബാങ്കിങ് സംബന്ധമായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും എല്ലാ കറസ്പോണ്ടിങ് ബാങ്കുകളും പാലിക്കുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് എല്ലാം പ്രോപ്പർ ആണോ, എല്ലാം കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതും RBI തന്നെയാണ്. അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഇൻഷുറർ ഓഫ് കറൻസി. ഇതെന്താന്ന് വെച്ചാല്, നമ്മുടെ ഇന്ത്യയില് കറൻസി നോട്ടുകളും അതുപോലെ തന്നെ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുമുള്ള അധികാരം RBIക്ക് മാത്രമാണ് ഉള്ളത്. അതായത് ഈ 1 രൂപയുടെ നോട്ട് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിക്കാം. ആ നോട്ട് ഇൻക്ലൂഡ് ചെയ്യാതെ, അതായത് എക്സെപ്റ്റ് ആ 1 രൂപയുടെ നോട്ട്, ബാക്കി ഉള്ള എല്ലാം കറൻസികളും പ്രിന്റ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും RBI ആണ്. ആ 1 രൂപ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് RBI അല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ ആ 1 രൂപയുടെ നോട്ട് അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്, RBI അല്ല. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോളർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മുടെ RBI ആണ് ഇന്ത്യയിലുള്ള എല്ലാ ഫോറിൻ എക്സ്ചേഞ്ചുകളും മാനേജ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ചുകൾ എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്
FEMA, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നതിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റും കൂടിയാണ്, ഈ ഓൺലൈൻ പേയ്മെന്റുകൾ ഉണ്ടല്ലോ, ഡിജിറ്റൽ പേയ്മെന്റ്, അത് പ്രൊമോട്ട് ചെയ്യുന്നത് RBI ആണ്. അതായത് ഈ UPI പേയ്മെന്റുകൾ, അതുപോലെ തന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള പേയ്മെന്റുകൾ എല്ലാം തന്നെ ഈ RTGS, NEFT, ഈ പറഞ്ഞ പോലെ UPI, ഇങ്ങനെയുള്ള പേയ്മെന്റുകൾ എല്ലാം തന്നെ അതായത് ഒരു ക്യാഷ്ലെസ് എക്കോണമി എങ്ങനെയാക്കാം എന്നുള്ളത് RBI ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. UPIയുടെ ഫുൾ ഫോം എന്താന്ന് വെച്ചാൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് UPIയുടെ ഫുൾ ഫോം. അതുപോലെ തന്നെ നെഫ്റ്റ്, അതായത് NEFT എന്ന് പറയുന്നത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതുപോലെ തന്നെ RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഫുൾ ഫോം ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ എങ്ങനെ ഒരു ക്യാഷ്ലെസ് എക്കോണമി ആക്കാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ഒരു റോൾ വരുന്നത്. അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കേട്ടറിവ് അല്ലെങ്കിൽ വായിച്ചറിവ്, ബേസിക്കലി ഞാൻ കൊമേഴ്സ് ഫീൽഡിലാണ് പഠിച്ചത് എല്ലാം. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ബേസിക്കലി ഇങ്ങനെ ഒരു ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം. അപ്പം എന്റെ കൊച്ചറിവിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കേട്ടറിവും വായിച്ചറിവും മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരണവരെ ബൈ.